അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പുട്ടും ബീഫിനെയും കുറിച്ചാണ്. അതൊരു വെറും ഡിഷല്ല, 50 വർഷത്തെ പാരമ്പര്യമുള്ള ബീഫ് കറിയും പുട്ടുമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് അതിൻ്റെ രുചിക്കൂട്ട് എന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊരു കൗതുകമുണ്ട്. അപ്പോൾ അത് കാണണ്ടേ. എബിൻ ജോസ് ആണ് ആലുവയിലെ ഈ പുട്ടുകടയിലേക്ക്, പുട്ടും ബീഫും വിളമ്പുന്ന ഈ ഹോട്ടലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കാണാം. നമ്മുടെ ഇന്നത്തെ രുചി തേടിയുള്ള യാത്ര ആലുവയ്ക്കടുത്തേക്കാണ്. പാരമ്പര്യമായി പുട്ടും ബീഫും കൊടുക്കുന്ന ഒരു കട, പുട്ടുകട. ഏകദേശം 50 വർഷത്തിലേറെ പഴക്കമുള്ള കടയാണ്. നമുക്ക് അവിടുത്തെ രുചിവിശേഷങ്ങളൊന്ന് പോയി കണ്ട് അറിഞ്ഞു വരാം. അപ്പോൾ നമ്മൾ അങ്ങനെ ആ പുട്ടുകടയിൽ എത്തിയിരിക്കുകയാണ്. പാരമ്പര്യവും തനിമയും എല്ലാം അതേപടി നിലനിർത്തി പോകുന്ന ഒരു പഴയ കടയാണ്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കടയാണ്. നമുക്കിനി കടയ്ക്കുള്ളിൽ കയറി പുട്ടിൻ്റെ രുചിവിശേഷങ്ങൾ അറിയാം. അപ്പോൾ നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട്. പുട്ട് ബീഫ്, നല്ല ആവി പറക്കുന്ന പുട്ട്, വെന്ത് പിന്നിൽ നിന്നൊരു കുത്തും കിട്ടി പ്ലേറ്റ് വീണ് കിടക്കുകയാണ്. നല്ല ബീഫ്, നാടൻ ബീഫ് കറി. ഇവിടുത്തെ നമുക്കിത് രുചിച്ചിട്ട് ബാക്കി എന്താണ് ഇവിടുത്തെ ഈ രുചിവിശേഷങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. ആദ്യം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് രുചിച്ച് പോകാം. ഈ പുട്ടും ബീഫും എല്ലായിടത്തും കിട്ടുന്നതല്ലേ, ഇതിനെന്താ പ്രത്യേകത എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട ഒരു 19 വർഷത്തിലേറെയായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റേതായ പാരമ്പര്യ തനിമയോട് കൂടി ആ പാരമ്പര്യ രീതിയിൽ തന്നെയാണ് കട മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ രുചിവിശേഷങ്ങളൊക്കെ ഇതിൻ്റെ ഉടമസ്ഥനോട് തന്നെ നമുക്കിത് കഴിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം ചോദിച്ചറിയാം. കാരണം ഇതിൻ്റെ രുചിക്കൂട്ടുകൾ എങ്ങനെയാണ്, ഇപ്പോഴും ആ രീതി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു തരും. അപ്പം ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ വയറിറച്ച് പുട്ടും ബീഫൊക്കെ കഴിച്ചു. പക്ഷേ ഇനി ഈ പുട്ടിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു കഥ കേൾക്കണം. അത് റഫീഖയ്ക്കാണ് പറഞ്ഞു തരേണ്ടത്. ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളാണ് റഫീഖ. ഇത് കുറേ വർഷമായി തലമുറ കൈമാറി വന്നൊരു കടയാണ്. എങ്ങനെയാണ് ഈ ഇത്ര രുചികരമായി ഇപ്പോഴും തുടരാൻ കാരണം എങ്ങനെയാണ്? നമ്മൾ ബീഫൊക്കെ വെക്കണത് വിറകിൽ തന്നെയാണ്. പിന്നെ മിക്സിയില്ല, മൊത്തം നമ്മൾ ചതച്ച് ഒക്കെയാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ബീഫ് ഉണ്ടാക്കുമ്പോഴേ അത് ഈ വിറകടുപ്പിൽ അത് അതിൻ്റെ ചേരുവകളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ഒരു സീക്രട്ട് ആയിട്ടുള്ള സംഗതി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ചതച്ചെടുക്കുകയാണ്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ സീക്രട്ട് ആയിട്ടൊന്നുമില്ല. പുട്ടിൻ്റെ കുറ്റി കണ്ടു കഴിഞ്ഞാൽ സ്റ്റീലോ അലുമിനിയോ ഒന്നും അല്ല, മുളയുടെ കുറ്റിയാണ്. അത് പണ്ട് പോലെ അങ്ങനെ തന്നെയാണ്. നമ്മൾ പിന്നെ അതങ്ങനെ തുടർന്നങ്ങോട്ട് പോകണം. ഞാനിപ്പോൾ എറണാകുളത്ത് വരാം, കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്ത് പോയിട്ടാണ് വന്നത്. ഞങ്ങൾ ഈ കട ഉദ്ദേശിച്ചാണ് വന്നത്. എറണാകുളത്ത് നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് വേണ്ട, നമുക്ക് പോണ വഴിക്ക് കടയുണ്ട്, നമുക്ക് അവിടെ കയറാം, പഴയ കടയാണ്, നമുക്ക് നല്ല ഫുഡാണ്, അങ്ങനെ ഫുഡ് തന്നെ കഴിക്കാന്നുള്ള നിലക്ക് കയറിയാണ്.
അപ്പോൾ ആലുവ ഭാഗത്തൊക്കെ എത്തുന്നവർ ഈ പറമ്പയത്തുള്ള പുട്ടുകടയിലോട്ട് വരിക, രുചി അറിഞ്ഞു പോവുക. വലിയ ആധുനിക സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ ഒന്നുണ്ട് ഗ്യാരണ്ടി, പാരമ്പര്യമായി കിട്ടിയ രുചി. ക്യാമറമാൻ സച്ചിനും സാമിനുമൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. അയ്യോ, അപ്പോൾ എബിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇവിടെ ഡെസ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ റൂമിലൊക്കെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്, എബിനെ ഒന്ന് കാണുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ എല്ലാ റിപ്പോർട്ടേഴ്സും അവസാന ഭാഗത്താണ് ഇതിനെ രുചിച്ച് നോക്കുക. ഇത് ആദ്യം തന്നെ അങ്ങനെ രുചിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ്. അപ്പം എത്ര ഊറ്റിപ്പുട്ട് കഴിച്ചു എന്നുള്ള കാര്യമൊക്കെ പിന്നീട് ചോദിക്കണം, അത് ചോദിക്കാം.